പത്തനംതിട്ട തിരുവല്ലയിൽ 2 സെലിബ്രിറ്റികളെ കാണാൻ നിരവധി പേരാണ് ദിനവും എത്തുന്നത്. മലയാള സിനിമയിൽ അനവധി വേഷങ്ങൾ കൈകാര്യം ചെയ്ത തിരുവല്ല ബാസിയാണ് ഒരു സെലിബ്രിറ്റി. രണ്ടാമത്തെ സെലിബ്രിറ്റി ആരെന്ന് കഥയിൽ തന്നെ കാണാം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തിയാൽ 2 സെലിബ്രിറ്റികളെ കാണാൻ സാധിക്കും. മലയാള സിനിമയിൽ 100-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച തിരുവല്ല ബാസിയാണ് ഒരു സെലിബ്രിറ്റി. മറ്റൊന്ന് ബാസിച്ചേട്ടൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഉഗ്രൻ മോരും വെള്ളവും. തിരുവല്ലക്കാരനായ സംവിധായകൻ ബ്ലസ് നിർമ്മിച്ച കാഴ്ച എന്ന സിനിമയിലൂടെയാണ് തിരുവല്ല ബാസി അഭിനയ ലോകത്തേക്ക് എത്തുന്നത്. കാഴ്ച സിനിമയിൽ ചായക്കടക്കാരന്റെ വേഷത്തിൽ ബാസി എത്തിയത് മലയാളി ഒരിക്കലും മറക്കില്ല. എന്നതാ പ്രശ്നം? തിരുവല്ല നിവാസികൾക്ക് മാത്രമല്ല, കരയും കടന്ന് പ്രസിദ്ധമാണ് ബാസിച്ചേട്ടന്റെ മോരും വെള്ളവും ജാതിക്ക അച്ചാറും. ഒട്ടും തന്നെ മായം ചേരാതെ തനതായ രുചിക്കൊട്ടുകൾ മാത്രം ചേർത്തുകൊണ്ടുള്ള ഈ മോരും വെള്ളം കേരളീയ പഴമയുടെ മഹത്തായ രുചി സംസ്കാരം വിളിച്ചോതുന്നതാണ്. തന്റെ അഭിനയ ലോകത്തേക്കുള്ള ചുവടുവയ്പിന്റെ കഥ വളരെ ആവശ്യത്തോടെയാണ് ബാസി പറയുന്നത്. 1971 ആദ്യമായിട്ട് സിനിമ അഭിനയിച്ചത്. അന്ന് ഞാൻ കൊട്ടാരക്കര സേട്ടന്റെ കൂടെ നാടക സമിതിയിലാണ്. അദ്ദേഹം തൃശ്ശൂര് ഷൂട്ടിങ്ങിന് പോയപ്പോൾ എന്നെ കൂടെ വിളിച്ചു. നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ തൃശ്ശൂര് എന്ന് ആദ്യത്തെ ദിവസം പി.എൻ. മേനോസാണ് എന്നെ സംവിധാനം. അപ്പൊ അദ്ദേഹം ചോദിച്ചു ചെറിയൊരു വേഷം ചെയ്യാവുന്നേ. അമ്മ സാറേ എനിക്ക് ക്യാമറയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് കൊട്ടാരക്കര സേട്ടന്റെ 10-100 ഓട്ടോ ഫാക്ടറിയുടെ ഓണർ അദ്ദേഹത്തിന്റെ ഒരു മാനേജരായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ആദ്യമായിട്ട്. സിനിമ കാഴ്ചയ്ക്ക് പുറമെ തന്മാത്ര, ചാർലി, ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ബാസി ബ്ലസ്സിയുടെ ആടുജീവിതത്തിലും പ്രത്യേക വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ മാത്രമല്ല, മലയാള സിനിമയിലെ നിരവധി താരങ്ങളും ബാസിച്ചേട്ടന്റെ കസ്റ്റമേഴ്സാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.